നമസ്കാരം. NH-66 എറണാകുളം ജില്ലയിൽ അരൂരിനും എടപ്പള്ളിക്കും ഇടയിൽ വരാൻ പോകുന്ന എലവേറ്റഡ് ഹൈവേയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോ. ഈ കഴിഞ്ഞ ഡിസംബർ 2023 ഇതിൻ്റെ DPR പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ ഇത് മുടങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാർച്ച് 2024 DPR പുറത്തു വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഏപ്രിലിൽ തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടന്ന് മെയ് അവസാനത്തോടുകൂടി പണികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് NHAIയുടെ പ്രതീക്ഷ. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എലവേറ്റഡ് ഹൈവേ ആയിരിക്കും ഇവിടെ വരിക. നിലവിൽ രാജ്യത്തെ ഏറ്റവും നീളമേറിയ എലവേറ്റഡ് ഹൈവേ എന്ന സ്ഥാനം നൽകിയിരിക്കുന്നത് തുറവൂറിനും അരൂരിനും ഇടയിലുള്ള 13 കിലോമീറ്റർ നീളത്തിൽ പണിയുന്ന ഹൈവേക്കാണ്. എടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള ഭാഗമെന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു റീച്ചാണ്. ഒന്നാമതായി എറണാകുളം നഗരത്തിൻ്റെ ഹൃദയത്തിൽ കൂടിയാണ് ആ പാത കടന്നു പോകുന്നത്. അതിനാൽ തന്നെ വാഹന സാന്ദ്രത വളരെയധികം കൂടുതലാണ്. പ്രതിദിനം 1 ലക്ഷം ലൈറ്റ് മോട്ടോർ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് എന്നതാണ് ഒരു സർവേ സൂചിപ്പിക്കുന്ന കണക്കുകൾ. വളരെയധികം വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസ് സമുച്ചയങ്ങളും പാതയുടെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ പരമാവധി കുറച്ച് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പാത പണിയാനാണ് NHAIയുടെ ലക്ഷ്യം. എത്ര സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടതെന്നും പദ്ധതിക്ക് എത്ര ചെലവ് വരും എന്നുള്ളതുമൊക്കെ അറിയണമെങ്കിൽ DPR പുറത്തു വരേണ്ടതുണ്ട്. ഇവിടെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ സർവീസ് റോഡ് വഴി വാഹനങ്ങളെ കടത്തിവിടാം എന്നതാണ് NHAIയുടെ പ്ലാൻ. എന്നാൽ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല. കാരണം നിലവിൽ തന്നെ സർവീസ് റോഡിൽ കൂടി ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. കൂടാതെ പാർക്കിങ്ങിനായി കുറേ സ്ഥലം അപഹരിക്കപ്പെടാറുമുണ്ട്. അതിനാൽ സർവീസ് റോഡ് തന്നെ ആദ്യമേ വീതി കൂട്ടേണ്ടതായി വരും. അപ്പോഴും സ്ഥലം ഏറ്റെടുപ്പ് ഒരു പ്രശ്നമായി തന്നെ അവശേഷിക്കും. ഇവിടെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് പണി തീർക്കാൻ കഴിയുമെന്നതാണ് NHAIയുടെ വാദം. പക്ഷേ അത് എത്ര കണ്ട് ഫലപ്രദമാവുമെന്ന് സംശയമാണ്. കാരണം 1 വർഷമായി പണി നടക്കുന്ന അരൂർ തുറവൂർ റീച്ചിൽ വെറും 18% പണികൾ മാത്രമാണ് പുരോഗമിച്ചത്. ഇവിടെ കംപ്ലീഷനായി കാണിച്ചിരിക്കുന്നത് ജനുവരി 2026 ആണ്. ആ സമയത്തിനുള്ളിൽ ഇവിടുത്തെ പണികൾ തീരുക എന്നത് അതീവ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ അരൂർ എടപ്പള്ളി സ്ട്രെച്ചിലെ പണി എറണാകുളം എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.